കൊടുങ്ങല്ലൂർ കാവിലെ ഭരണി പകർച്ചകൾ കണ്ട വെറുമൊരു വ്ളോഗറായല്ല, ചുവന്ന പട്ടുടുത്ത് സാക്ഷാൽ ഭഗവതിയുടെ ചൈതന്യം നെഞ്ചേറ്റിയ ഭക്തയായി മാറിയിരിക്കുകയാണ് സ്പാനിഷ് വ്ളോഗറായ നിത്യശ്രീ പൗല സെഗാര. ചെമ്പട്ടുടുത്ത് കൊടുങ്ങല്ലൂർ ഭരണി ചിത്രീകരണത്തിനെത്തിയ വിദേശി യുവതിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. ഇവർ അമേരിക്കക്കാരിയാണെന്ന് നേരത്തെ പ്രചരണമുണ്ടായിരുന്നുവെങ്കിലും സ്പെയിൻ സ്വദേശിനിയാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമായ നിത്യശ്രീ ഭാരതീയ സംസ്കാരത്തോടും ആത്മീയതയോടുമുള്ള ആഭിമുഖ്യം കൊണ്ട് നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ്. വെറുമൊരു സഞ്ചാരി എന്നതിലുപരി സനാതന ധർമ്മത്തിലും ഹൈന്ദവ ആചാരങ്ങളിലും വലിയ താൽപ്പര്യമുള്ള ഇവർ കൊടുങ്ങല്ലൂർ ഭരണിയിലെ പ്രകമ്പനം കൊള്ളിക്കുന്ന അന്തരീക്ഷത്തിൽ സ്വയം മറന്ന് ചുവടുവെക്കുകയായിരുന്നു. സ്പാനിഷ് സ്വദേശിയായ ഇവർ ഭാരതീയ സംസ്കാരത്തോടുള്ള ഇഷ്ടം കൊണ്ട് നിത്യശ്രീ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് സൂചനകൾ. ഭരണി ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഇവർ കോമരങ്ങളുടെ ഉറഞ്ഞുതുള്ളലും ഭക്തി നിർഭരമായ അന്തരീക്ഷവും കണ്ട് ചുവന്ന പട്ടണിഞ്ഞ് ഭക്തർക്കൊപ്പം അലിഞ്ഞു ചേരുകയായിരുന്നു. പ്രചണ്ഡയായ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചൈതന്യം ആ മനസ്സിലും മെയ്യിലും പാഞ്ഞു കയറിയതുപോലെയായിരുന്നു നിത്യശ്രീയുടെ പ്രകടനം. ആചാരവിധികൾ തെറ്റിക്കാതെ ക്ഷേത്ര പരിസരത്ത് ഭക്തരോടൊപ്പം അലിഞ്ഞു ചേർന്ന യുവതിയുടെ ചിത്രങ്ങൾ കണ്ട പ്രശസ്ത താരം VK ശ്രീരാമന്റെ പ്രതികരണവും ശ്രദ്ധേയമായി. ചെമ്പട്ടുടുത്ത് കൊടുങ്ങല്ലൂർ ഭരണി ചിത്രീകരിക്കാനെത്തിയതാണത്രേ ഈ സ്പാനിഷ് വ്ളോഗർ. പ്രചണ്ഡയായ ഭഗവതി ആ മെയ്യിലും മനസ്സിലും പാഞ്ഞുകയറി നൃത്തം ചെയ്തിരിക്കാം എന്നായിരുന്നു ശ്രീരാമൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ ഈ റീൽസും ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണിയിലെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാഴ്ചകളും ഭക്തരുടെ ആവേശവും വിദേശി യുവതിയുടെ മനോനിലയെ തന്നെ മാറ്റുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കേവലം ഒരു യാത്രാ വിവരണത്തിനായി എത്തിയ ഇവർ ഭരണിയുടെ തീക്ഷ്ണമായ ആചാരങ്ങൾക്കിടയിൽ സ്വയം മറന്ന് നൃത്തം ചെയ്യുകയായിരുന്നു. തെയ്യം ഉൾപ്പെടെയുള്ള കേരളത്തിലെ അനുഷ്ഠാന കലകളെക്കുറിച്ച് നിത്യശ്രീ ആഴത്തിൽ പഠിക്കുകയും അവ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ആത്മീയതയോടുള്ള ഇവരുടെ അടങ്ങാത്ത അഭിനിവേശമാണ് കൊടുങ്ങല്ലൂരിലും പ്രകടമായത്. മീനത്തിലെ തിരുവോണം നാൾ മുതൽ അശ്വതി വരെ 7 നാൾ നീളുന്നതാണ് കൊടുങ്ങല്ലൂരിലെ ഭരണി ഉത്സവം. കാളി ദാരിക യുദ്ധത്തിന്റെയും കണ്ണകി സങ്കല്പത്തിന്റെയും കഥകൾ ഇഴചേർന്ന ഐതിഹ്യ പെരുമയാണ് ഈ കാവിനുള്ളത്. ഈ അന്തരീക്ഷത്തിലെ തീക്ഷ്ണത വിദേശികളെ പോലും എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാഴ്ച. സാംസ്കാരിക പൈതൃകങ്ങളും ആഘോഷങ്ങളും തേടി കേരളത്തിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളിൽ പലരും പിന്നീട് ആത്മീയമായ ഒരു ആത്മബന്ധം ഇവിടെ വളർത്തിയെടുക്കാറുണ്ട്. ആ നിരയിലെ ഏറ്റവും ഒടുവിലത്തെയും കൗതുകകരമായ ഒന്നായി മാറുകയാണ് നിത്യശ്രീയുടെ ഈ സന്ദർശനം. കാഴ്ചക്കാരിൽ പലർക്കും ആദ്യം ഇതൊരു സിനിമയുടെയോ ഡോക്യുമെന്ററിയുടെയോ ചിത്രീകരണമാണെന്ന് തോന്നിയെങ്കിലും നിത്യശ്രീയുടെ ചലനങ്ങളിലെ സ്വാഭാവികതയും ആവേശവും കണ്ടതോടെ ഏവരും അമ്പരന്നു. കോമരങ്ങൾക്കൊപ്പം ഒരേ താളത്തിൽ അവർ ചുവടുവെച്ചപ്പോൾ അത് ഭക്തർക്കും വേറിട്ട കാഴ്ചയായി. കേരളത്തിന്റെ തനതായ ആഘോഷങ്ങളെയും വിശ്വാസങ്ങളെയും ഇത്രത്തോളം ഉൾക്കൊള്ളാൻ ഒരു വിദേശിക്ക് കഴിയുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. സാംസ്കാരിക വിനിമയത്തിന്റെ മികച്ച മാതൃകയാണ് ഇതെന്നാണ് എല്ലാവരും പറയുന്നത്. ആചാരപരമായ വസ്ത്രങ്ങൾ ധരിച്ച് ഭക്തരോടൊപ്പം അണിചേർന്ന ഈ സ്പാനിഷ് വ്ളോഗറുടെ സാന്നിധ്യം ഇത്തവണത്തെ ഭരണിക്കാലത്തെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നായി മാറി. ഇൻസ്റ്റാഗ്രാമിൽ അവർ പങ്കുവച്ച വീഡിയോകൾക്കു താഴെ മലയാളികളുടെ അഭിനന്ദന പ്രവാഹമാണ്. നിത്യശ്രീ എന്ന പേരിനോടും അവർ പുലർത്തുന്ന ആദരവ് മലയാളി വായനക്കാർക്കിടയിൽ വലിയ താൽപ്പര്യമുണർത്തിയിട്ടുണ്ട്.